ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? വായിച്ചില്ലേ? എന്താ എൻ്റെ രത്ന ചുരുക്കം? പറയും എന്താണ്? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. എങ്ങനത്തെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം? എസ്റ്റിമേറ്റഡ് ആണോ ആക്ച്വൽ ആണോ? എസ്റ്റിമേറ്റഡ്. ആക്ച്വൽ, എസ്റ്റിമേറ്റഡ്. ഓക്കെ, നോക്കാം. The following are the cost records for the year 2017 of a manufacturing. Okay, മാനുഫാക്ചറർ എത്രയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പറയും? 10,000. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എത്ര രൂപ വന്നു? 2 ലക്ഷം. ലേബർ കോസ്റ്റ് എത്ര വന്നു? 1,20,000. ഫാക്ടറി ഓവർഹെഡ് 80,000. ഓഫീസ് ഓവർഹെഡ് 40,000. സെല്ലിങ് 40,000. പ്രോഫിറ്റ് പറയുന്നത് 25% ആണ് സെല്ലിംഗ് പ്രൈസ്. അതവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഇയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റിൽ തന്നത് 2017 ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കണം? 2018 ആയിരിക്കണം. മാറ്റിക്കാം. ഏത് മാനുഫാക്ചർ ഡിസൈഡഡ് ടു പ്രൊഡ്യൂസ് 10,000 യൂണിറ്റ് പറയുമ്പോൾ 2000 ഏതാമോ? 18. അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ അല്ലേ വരാം മക്കളെ? ഓക്കെ, അപ്പോൾ അടുത്ത് കോസ്റ്റ് ഷീറ്റ് ലാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞതും 2000 ഏതാവും? 18 കണ്ട, ലാസ്റ്റ് പറഞ്ഞതും 2018. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കല്ലേ? വായിച്ചോളൂ. പിന്നെ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ്, വായിക്കട, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ വിൽ ബി, റോ മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരിക്കും? 20% ഇൻക്രീസ്ഡ്. എത്രയാണ്? റോ മെറ്റീരിയൽ 20% കൂടുന്നത്, ലേബറോ 10%. ഓവർഹെഡ് 50% ഓവർഹെഡ് ചാർജഡ് ആർ ഫിക്സ്ഡ് ആൻഡ് അതർ 50% ആർ ഏതാണ്? വേരിയബിൾ ആണ്. അപ്പൊ ഏത് ഓവർഹെഡിൻ്റെ ആണ്? എല്ലാ ഓവർഹെഡിലും വിചാരിക്കും അല്ലെ. സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് വിൽ ബി റിഡ്യൂസ്ഡ് ബൈ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വിൽ ബി റിഡ്യൂസ് ചെയ്യത്തില്ല, 20%. ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വിൽ റിമെയിൻ ദ സെയിം. പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണോ കഴിഞ്ഞ കൊല്ലുള്ളത് അത്ര തന്നെ ആയിരിക്കും, ഈക്വൽ ഉള്ളത് സെയിം ആയിരിക്കും. ഓക്കെ ആണോ? Prepare a cost sheet for the year 2017 showing the total profit and selling price. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ കാര്യം പഠിക്കാനുണ്ട്. പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഒരു റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്. എന്താണ് റിലേഷൻഷിപ്പ്? അപ്പോൾ ആദ്യം ഞാൻ ആ റിലേഷൻഷിപ്പ് പറയുന്നതിന് മുൻപേ അതാദ്യം എഴുതി തരാം. റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കാം. ഇഫ് എനിത്തിങ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? 7 ആണ്. പക്ഷെ ഇതൊരു കോമൺ പോയിന്റ് ആട്ടോ. ശ്രദ്ധിക്കാം, നിങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ എഴുതിയെടുത്താൽ മതി. ഇപ്പം ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, ഇഫ് എനിത്തിങ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ there is a practice. സാധാരണ ചെയ്യാറുള്ളത് പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെൻഡ്. ഒരു ട്രെൻഡ് ഉണ്ട്. എന്താണ് ട്രെൻഡ് എന്ന് വെച്ചാൽ, നമ്പർ 1 ഫാക്ടറി ഓവർഹെഡ്, അതിൻ്റെ ബേസ് ഓർമ്മ? ഏതാ ബേസ്? 6 ബേസ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, പിന്നെ ഏതാണ്? പ്രൈം കോസ്റ്റ്, ലേബർ അവർ, മെഷീൻ അവർ, യൂണിറ്റ്. ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഏതാണ്? ലേബർ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ. രണ്ടാമത്തെ പോയിന്റ് ഓഫീസ് ആൻഡ് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ ബേസ് ഏതാണെന്നറിയോ? വർക്ക് കോസ്റ്റ്. ഏതാ? വർക്ക് കോസ്റ്റ്. മൂന്നാമത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഏതാ ബേസ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല, അതും തന്നെയാണ് വർക്ക് കോസ്റ്റ്. ഇതാണ് ആ റിലേഷൻഷിപ്പ്. സെറ്റ് ചെയ്ത് വെക്കുക. ചില ക്വസ്റ്റ്യനിൽ റിലേഷൻ പറയും, ചിലപ്പോൾ ഒന്നും പറയും. ചിലപ്പോൾ ഫാക്ടറി ഓവറുടെ ഏതിൻ്റെ ബേസാ പറയും? ലേബർ ഹവർ എന്ന് പറയും. പിന്നെ പ്രശ്നമൊന്നുമില്ല, ലേബർ ഹവർ വെച്ച് എന്ത് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലൊക്കെ ഇക്വേഷൻ എന്താ പറയുക? ഇവിടുത്തെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ പറയും ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഡയറക്റ്റ് ലേബർ ഇൻറ്റു 100. അപ്പോൾ ഒരു പെർസെൻറ്റേജ് കിട്ടില്ലേ? അതാണ് നമ്മുടെ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് അതിന് പറയാം. എന്താ പറയുക? അബ്സോർപ്ഷൻ റേറ്റ്. അതിൻ്റെ മീനിങ് എന്താ? ഫാക്ടറി ഓവർഹെഡ് പറയുമ്പോൾ ഡയറക്റ്റ് ലേബറിൻ്റെ എത്രയോ പെർസെൻറ്റേജ് ആണ്. ഫാക്ടറി ഓവർഹെഡ്
ഫസ്റ്റ് എങ്ങനെ ഓഫീസ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ് വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. അടുത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒരു പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തും. ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പെർസെൻറ്റേജ് കണ്ടെത്തുക? ആക്ച്വൽ കോസ്റ്റ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. ഇതെന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? എൻ്റെ ഫാക്ടറി ഓവർഹെഡ് വന്നത് എത്രയാണോ ലേബർ വന്നത് അതിൻ്റെ 50% ഏത് വന്നു? ഫാക്ടറി ഓവർഹെഡ് വന്നു. അപ്പോൾ ഇനി വരുന്ന വർക്കിനും എനിക്ക് എത്ര തന്നെ ആയിരിക്കും? എത്രയാണോ ലേബർ വരുന്നത് അതിൻ്റെ തന്നെ എത്ര ശതമാനം? 50% വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ എസ്റ്റിമേഷൻ അല്ല, ആക്ച്വൽ അല്ലല്ലോ. ഓക്കെ, യെസ്. അപ്പം ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റിൽ ആവശ്യപ്പെട്ട് പ്രിപ്പയർ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2018 അല്ലേ? ഓക്കെ, അപ്പം മെയിൻ ഹെഡിങ് എന്താ പറയൂ? കോസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് എന്ന് എഴുതാം അല്ലേ? ഫോർ ഏതാണ്? 2018. ഓക്കെ, എന്നിട്ട് ഏതാ? ഡയറക്റ്റ് മെറ്റീരിയൽ. 18 ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? എത്ര യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്? 15,000 യൂണിറ്റ്. ഓക്കെ അല്ലേ? യെസ്. എത്ര രൂപയാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്? 2 lakh അല്ലേ? 2 lakh എത്ര യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് വരുന്നത്? എത്ര? 10,000. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? അങ്ങനെ എഴുതാം. നേരത്തെ ഇതാണ് 2 lakh ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു എത്രയാണ്? 15,000. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. റോ മെറ്റീരിയൽ കൂടുന്നുണ്ട്. എത്ര കൂടുന്നു? 20%. അപ്പോൾ ഇൻറ്റു എത്ര? 120%. എത്ര വരും? 3,60,000. ഡയറക്റ്റ് ലേബറിന്റെ അവസ്ഥ കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു? 1,20,000. ഫോർ എത്ര യൂണിറ്റിനാ? 10,000. ഇവിടെ നമ്മൾ എത്ര യൂണിറ്റാണ് ഉണ്ടാക്കുന്നത്? 15,000. അതിൽ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? എത്ര കൂടുന്നത്? 110%. എത്ര വരും? 1,98,000. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. എത്ര വരും? 5,58,000. ഓക്കെ, ആഡ് ഏതാ? ഫാക്ടറി ഓവർഹെഡ്. കഴിഞ്ഞ കൊല്ലത്തെ ഫാക്ടറി ഓവർഹെഡ് അല്ലേ? ഇക്കൊല്ലത്തെ ഫാക്ടറി ഓവർഹെഡ് എങ്ങനെ കാണാം? എത്രയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഫാക്ടറി ഓവർഹെഡ് വരുന്നത്? 80,000 അല്ലേ? ഓക്കെ, അപ്പൊ ഇക്കൊല്ലം എങ്ങനെ കാണാം? 80,000. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേഴ്സൻറ്റേജ് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വെക്കാം. ഏതിൻ്റെ മുകളിലാണ് പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ലത്? ഡയറക്റ്റ് ലേബർ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേറെ ക്വസ്റ്റ്യനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പേഴ്സൻറ്റേജ്. ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി എന്ത് പറയും? അവർ പേഴ്സൻറ്റേജ് പറഞ്ഞു തരും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഞാൻ ഇതിൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് പഠിപ്പിക്കാം. ക്ലിയർ ആണോ? ഇതിന്റെ ആൻസറിൽ വരെ ചെയ്ത് നോക്കട്ടെ. അമ്പത് ശതമാനം കൂടുന്ന ഓഫീസ് ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എത്ര കൂടുന്നത്? ഫിക്സ്ഡും വാരിയബിളും ഇല്ലേ? നോക്കാം ഒരു മിനിറ്റ്. ഫാക്ടറി ഓവർഹെഡ് വർക്കിംഗ് ഔട്ട് ഇല്ലാതെ പറ്റും നോക്കാം. ഇതിൽ 2 കോമ്പണന്റ് ഉണ്ട്. ഫിക്സ്ഡ് ഉണ്ട്, പിന്നെ ഇതുണ്ട് വാരിയബിൾ ഉണ്ട്. ആദ്യം നമുക്ക് ഫിക്സ്ഡ് എഴുതാം. ഫിക്സ്ഡ് എത്ര വരുന്നു? മൊത്തം ഫാക്ടറി ഓവർഹെഡ് എത്രയായിരുന്നു? 80,000. ഇതിൽ ഫിക്സ്ഡ് എത്ര? 80,000ന്റെ എത്ര ശതമാനം? 50%. എത്ര വരും? 40,000. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് കൂടുതലും ചെയ്യുന്നുണ്ടാ? കൂടുന്നുണ്ടാ? എന്തൊക്കെയാ ആ ഭാഗം ഒന്ന് വായിച്ച് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് റോ മെറ്റീരിയൽ കൂടും, ലേബർ കൂടും. 50% ഓവർഹെഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്. ആൻഡ് അതർ 50% എന്താണ്? വാരിയബിൾ ആണ്. കൂടും കുറയൊന്നുമില്ല. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ 40,000. വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 80,000ന്റെ എത്ര ശതമാനം? ബാക്കി 50% എത്ര വരും? 40,000. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 40,000 എത്ര യൂണിറ്റിനാ? 15,000 യൂണിറ്റിനാണ്. അല്ല, 10,000 യൂണിറ്റിനാണ്. നമുക്ക് എത്ര യൂണിറ്റിന്റെ കിട്ടണം? 15,000 കിട്ടണം. ഓക്കെ അല്ലേ? എത്ര വരും ഇപ്പോൾ? 60,000.
ഓക്കെ അല്ലേ? യെസ്. ടോട്ടൽ 1,00,000 കറക്റ്റാണ്. ടോട്ടൽ അതിൽ എഴുതിയത്. ഓക്കെ. എനിവേ യെസ്. ഇങ്ങനെ പോവാം. അടുത്തേതാണ്? ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? വർക്ക് കോസ്റ്റ് കിട്ടും. ഓക്കെ. എത്ര കിട്ടും വർക്ക് കോസ്റ്റ്? 6,58,000. ആഡ് അടുത്ത സാധനം ഏതാ? മുന്നത്തെ കോസ്റ്റ് നോക്കിയാൽ മതി. ഓഫീസ് ഓവർ ഹെഡ്. ഓഫീസ് ഓവർ ഹെഡിലും ഇതുപോലെ ഫിക്സഡും വേരിയബിളും കളികളില്ലേ? ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 40,000-ന്റെ എത്ര ശതമാനം? 50%. എത്ര വരും? 20,000. ഓക്കെ അല്ലേ? അടുത്തത് വേരിയബിൾ കോസ്റ്റ് 40,000-ന്റെ എത്രയാ? 50% കണ്ട് 20,000 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു എത്ര അടിക്കണം? 15,000 അടിക്കണം. കൂടുന്നൊന്നുമില്ലല്ലോ. എത്ര വരും? 30,000. ഓക്കെ. അപ്പോൾ 6,00,000 പിന്നെ ഒരു 50,000 കൂടെ കൂട്ടിയാൽ 7,00,000 എത്രയായി? 8,000. എന്താണ് ഇത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അടുത്തത് ആഡ്. പറയും അടുത്ത സാധനം ഏതാ? സെല്ലിംഗ് ആൻഡ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഫിക്സഡും ഉണ്ട്, ഏതുണ്ടാവും? വേരിയബിളും ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ എമൗണ്ട് എത്ര? 10,000. 10,000-ന്റെ 50% പറഞ്ഞ എത്ര വരും? 5,000. മറ്റേ 5,000 50% 5,000 ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു എത്രയാ? 15,000. എത്ര വരും? 7,500. ഓക്കെ അല്ലേ? ആകെ മൊത്തം ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എത്ര വരും? വേറെ എന്തെങ്കിലും ഉണ്ടോ? സെൽ എക്സ്പെൻസ് പെർ യൂണിറ്റ് വിൽ ബി റിഡ്യൂസ്ഡ് ബൈ എത്രയാണ്? 20%. 20% പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പെർ യൂണിറ്റ് കുറയാന്ന് പറഞ്ഞാൽ ഏത് കുറയലാവും? ഫിക്സഡ് ആവും, വേരിയബിൾ ആവും? പെർ യൂണിറ്റ് എന്ന് പറയുക ഏതിനാണ്? വേരിയബിൾ. ഫിക്സഡ് ഒന്ന് പറയൂ. പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും പറയുക വേരിയബിൾ ആണ്. അപ്പൊ ഈ 7,500 എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? 7,500 കുറഞ്ഞ് എത്ര എമൗണ്ട് ആവും? എത്ര ശതമാനം? 20% അല്ലേ പറയുന്നത്? അപ്പൊ എത്ര ആവും? 6,000. അപ്പൊ 6,000 പ്ലസ് മൈനസ് എത്ര ശതമാനം? ഇതിന്റെ 20%. അപ്പൊ എത്രയായി മാറും? 6,000. എത്ര കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പൊ ടോട്ടൽ ചെയ്ത് എത്ര വരും? 7,19,000. ഓക്കെ അല്ലേ? ഇനി ഇത് വേണം മറ്റു തരത്തിൽ വേണമെങ്കിൽ കാണാം. 5,000 ഡിവൈഡഡ് എത്രയാണ്? 10,000 അല്ലേ? അപ്പൊ എത്ര വരും? ഒരു യൂണിറ്റിന്റെ പൈസ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 0.5 50 പൈസ അല്ലേ? അല്ലടാ, അതിന്റെ എത്ര ശതമാനം കുറയുന്നുണ്ട്? 20%. അപ്പൊ എത്ര? 50-ന്റെ 20% കുറഞ്ഞാല് 0.40 പൈസ അല്ലേ? ഇൻറ്റു എത്ര യൂണിറ്റ്? 19,000. എത്ര തന്നെ വരും? 6,000 തന്നെ വരും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ പ്രത്യേകം എഴുതി വെച്ച ക്വസ്റ്റ്യനിൽ ആ ഭാഗം എന്തായിരുന്നു? സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് ആണ്. ഹൈഫട്ട് എഴുതി വെക്കുക. പെർ യൂണിറ്റ് മീൻസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക ഏതിനാണ്? വാരിയബിൾ. ഫിക്സഡിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ടോട്ടൽ. ഇത് പെർ യൂണിറ്റ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയില്ലേ? കിട്ടി. ആഡ് ഏതാണ്? പ്രോഫിറ്റ്. അപ്പം എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. പ്രോഫിറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞല്ലേ? റേറ്റ് ഓഫ് പ്രോഫിറ്റ് റിമെയിൻ സെയിം. അപ്പൊ നിങ്ങൾ എന്ത് കാണണം? കഴിഞ്ഞ കൊല്ലത്തെ എന്ത് കാണണം? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് കാണണം? പ്രോഫിറ്റ് കാണണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ, ഇവിടെ സാറ് എന്തൊക്കെയോ പറഞ്ഞല്ലോ നേരത്തെ, ഇതൊന്നും ഉപകാരപ്പെട്ടില്ലോ. ഇവിടെ യൂണിറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഏത് തന്നിട്ടുണ്ട്? യൂണിറ്റ്. ഈ യൂണിറ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ആവശ്യമുള്ളത്. ഓക്കെ അല്ലേ? എവിടെയെങ്കിലും കാണാം. ഇനിയിപ്പോൾ അടുത്ത ജോബും ബാച്ചൊക്കെ എടുക്കുമ്പോൾ അതിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിലേക്കുള്ള നോട്ടായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്താൽ മതി. നമുക്കറിയില്ലല്ലോ. ഓക്കെ അല്ലേ? സാധാരണ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ആണോ? ഇവിടെ ആവശ്യം ഇത് പെർഫെക്റ്റ് ആയിട്ട് എന്താണ്? 10-15 ആകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? വാരിയബിൾ കോസ്റ്റുകളൊക്കെ മാറും, ഫിക്സഡ് കോസ്റ്റ് എന്തെങ്കിലും മാറില്ല. ആ നോളജ് മതി. യൂണിറ്റ് ഇല്ലായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബേസ് എടുക്കാം. ഇവിടെ ഇപ്പോൾ സെയിൽസിൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്കിംഗ് നോട്ട് നമ്പർ സെറ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ. വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? പ്രോഫിറ്റ്.
ഓൺ ഏതിൻ്റെ മുകളിൽ കണ്ടാൽ മതി? കോസ്റ്റ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ? സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. റേറ്റ് ഓഫ് പ്രോഫിറ്റ് 20% സെല്ലിംഗ് പ്രൈസ് ഒക്കെ കഴിഞ്ഞ കൊല്ലത്തല്ലേ? അതുണ്ടല്ലോ അല്ലേ? യെസ്. ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? അപ്പം പിന്നെ എന്ത് ചെയ്യണ്ട. ഓക്കെ, താങ്ക് യു. യെസ്, ക്ലിയർ അല്ലേ? ആ പെർസെൻറ്റേജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ട് പെർസെൻറ്റേജ് കാണണമായിരുന്നു. അപ്പോൾ 25% എന്താ പറഞ്ഞുള്ളത്? 25% ഓൺ സെയിൽസ് ആണ്. 25% മറ്റേ പരിപാടി ഇട്ടാൽ പോരെ? 25% ഇവിടെ എത്ര വരും? 100%. ഇത് എത്ര ആവും? 75% കാണും. സെയിൽസ് കാണും, പ്രോഫിറ്റ് കാണും. $2,09,00,000 കറക്റ്റ്. 9,58,667 പ്രോഫിറ്റ്. 2,39,667. നമ്മൾ മറ്റേ സാധനം അപ്ലൈ ചെയ്യല്ലേ? മറ്റേത് വേറെ മെത്തേഡ് പോലല്ലേ? ഇത് വേറെ 25% ഓൺ ഏതാണ്? സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ പറഞ്ഞാൽ എത്രയാണ്? 100-ൽ എത്ര 25 ഉണ്ട്? അപ്പോൾ 1/4 ഓൺ ഏതാണ്? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1/3 ഓൺ ഏതാണ്? കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റിൻ്റെ 1/3 ഒന്നും ഉണ്ടോക്ക്? അതന്നെയാണ്. അത്ര കിട്ടുന്ന കറക്റ്റ്. ഓക്കെ. ഇവരിവിടെ 2,40,000 എടുത്തിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് എടുത്തോ. ഇവരെന്ത് ചെയ്തുള്ള വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അതിൽ ചെയ്തിട്ടുള്ളത് നോക്ക്. ഇവിടെ 2,40,000 എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പുറത്തെ അപ്പോൾ 9,00,000 എത്ര വരും? ഓക്കെ അല്ലേ? കേട്ടില്ല? അങ്ങനെ അവരങ്ങനെ റൗണ്ട് ചെയ്തെന്നുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല, പറഞ്ഞെന്നുള്ളൂ. ഈ ടെക്സ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട. ഇത് രസമല്ലല്ലോ, ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂടാ. 660 ഒരു ചെറിയ വ്യത്യാസം. ടെക്സ്റ്റിൽ ചെയ്തത് അങ്ങനെ എഴുതാം. നോക്ക്, 25% സെല്ലിംഗ് പ്രൈസ് ഓർ 33.33% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ 33.333%. കണ്ടോക്ക്, 7,00,000. ഇവിടെ 7,20,000 ഉള്ളത്. അല്ല അവർ ഉണ്ടാക്കിയല്ല. ഇവിടെ സെല്ലിങ് ഓവറുണ്ട്. ഇവിടെ സെല്ലിങ് ടെക്സ്റ്റിലുള്ളത് 12,000 ആണ്. നമുക്ക് 10,000. അപ്പൊ ഇവര് മൊത്തം പെർ യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കി നോക്കി, ഞാൻ പറഞ്ഞുതരാം. 20% 5,000 + 7,500 അടിച്ചേ. 5,000 + 7,500 മൈനസ് 20%. എത്ര? 12,000 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വെറുതെ തെറ്റിക്കണ്ട. സെല്ലിംഗ് പ്രൈസ് ഫിക്സ്ഡ് വാരിയബിൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല. മുന്നത്തെ സെല്ലി എക്സ്പ്രസ് എത്ര? 10,000 അല്ലേ? സെല്ലി എക്സ്പെൻസ് വാരിയബിൾ ആണെന്ന് അസ്യൂം ചെയ്തൂടെ? ക്വസ്റ്റ്യനിലാണ് പറഞ്ഞിട്ടല്ലേ?
overhead charges are fixed and 50% overhead charges are fixed and 50% ഏതാണ് variable. നമ്മളിപ്പോൾ ചെയ്തത് ശരി തന്നെയാണ്. ഇനി ഇതിലത്തെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർ എന്താ അസംഷൻ എടുത്തു നമ്മൾ ക്യൂരിയോസിറ്റി വേണ്ടേ. അപ്പം അതിനവർ ചെയ്തുള്ള പരിപാടി എന്താ അറിയോ, അവർ സെല്ലിങ് മൊത്തമായിട്ട് എന്താ എടുത്തത്, വാരിയബിളായിട്ട് എടുത്തത്. അപ്പം ശരിയാവും. അപ്പോൾ സെല്ലിങ് 10,000 ഉള്ളത് എത്ര ശതമാനം കുറയും, 20% കുറയപ്പോൾ എത്രയായി, 8,000. 8,000 10,000 യൂണിറ്റിനല്ലേ, 15,000 എത്ര വരും, 8,000 ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു 15,000, 12,000. ഓക്കെ അല്ലേ? അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഇനി സ്റ്റഡി മെറ്റീരിയലിലെ അസംഷൻ പറയാം അല്ലേ. അല്ല നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾ പറയും. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ, നമുക്കെന്താ തോന്നിയത്? ഓക്കെ. പിന്നെ അതിൽ ഇവിടുത്തെ ഒരു ഹിന്റ് പറഞ്ഞ ഇവരെന്താ, ഇതിനിവര് ന്യായീകരിക്കുക എങ്ങനെയാണ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ എന്തായിട്ട് അസ്യൂം ചെയ്യണം, സെല്ലിങ് മൊത്തം എന്താണ്, വാരിയബിൾ. ഒരു കൂതറ അസംഷനാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. എന്തായാലും അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ട്രീറ്റഡ് ആസ് ഏതാണ്, ഫുള്ളി എങ്ങനെ, വേരിയബിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ എത്ര ഉള്ളത്, സെല്ലിംഗ് ഓവർഹെഡ് 10,000 അല്ലേ, അതിൻ്റെ എത്ര ശതമാനം കുറയുന്നുണ്ട്, അതിനെ വേറെ സെപ്പറേറ്റ് ചെയ്യണം. മൊത്തം വേരിയബിൾ കോസ്റ്റും കുറയുന്നത് എത്രയാണ്, 10%. അപ്പോൾ എത്ര വരും, 8,000. 8,000 എത്ര യൂണിറ്റിനുള്ളതാ, 20%. ഓക്കെ, 20% കുറഞ്ഞിട്ട് 8,000 ഡിവൈഡ് ബൈ എത്ര, 20,000 ഇൻറ്റു എത്രയാണ്, യെസ്. അപ്പോഴെത്ര വരും, 12,000 വരും. അങ്ങനെയാണ് ടെക്സ്റ്റിൽ എന്ത് വന്നിട്ടുള്ളത്, 12,000 വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. കൺഫ്യൂഷൻ ആണോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തോണ്ടില്ല.